കാസർഗോഡ് വീണ്ടും അധോലോകത്തിന്റെ വെളിയാട്ടം. അച്ഛന്റെ സഹോദരൻ നൽകാനുള്ള പണത്തിന്റെ പേരിൽ മഞ്ചേശ്വരം കളിയൂരിൽ മദ്രസയിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥിയെ കാറിൽ കൊട്ടേഷൻ സംഘം തട്ടിക്കൊണ്ടുപോയി. സിനിമാ സ്റ്റൈലിനെ വെല്ലുന്ന സംഭവ വികാസങ്ങളാണ് മഞ്ചേശ്വരത്ത് ഇന്ന് നടന്നത്. കൊട്ടേഷൻ സംഘത്തിന്റെ കയ്യിലുള്ള വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശം പബ്ലിക് കേരള പുറത്തുവിടുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കാസർഗോഡിനെ നടുക്കിയ സംഭവമാണ് മഞ്ചേശ്വരത്ത് ഇന്ന് നടന്നത്. അധോലോക സംഘത്തിന്റെ കയ്യിൽ മദ്രസ വിദ്യാർത്ഥി അകപ്പെടുന്നത് ഇങ്ങനെ. പുലർച്ചെ മദ്രസയിലേക്ക് പോകുകയായിരുന്നു +1 വിദ്യാർത്ഥിയായ അബ്ദുറഹ്മാൻ ആരിസും സഹോദരിയും. അതിനിടയിൽ ആൾട്ടോ 800-ലെത്തിയ കൊട്ടേഷൻ സംഘം ആരിസിനെ ബലമായി പിടിച്ച് കാറിൽ കയറ്റുന്നു. അമിത വേഗതയിൽ കാർ സംഭവ സ്ഥലത്ത് നിന്നും കുതിച്ചു പായുന്നു. മണിക്കൂറുകൾക്കകം കുട്ടിയുടെ വോയിസ് സന്ദേശം ബന്ധുക്കളിലേക്ക്. പൈസ തോപ്പിച്ചില്ലേ, ആ പൈസ കൊടുക്കട്ടപ്പ. ആ പൈസ കൊടുത്തെങ്കിൽ അവരെന്നെ വിടുവര്, ഇല്ലെങ്കിൽ എന്നെ വിടേയില്ല. എന്നെ പൈസ കൊടുത്തെങ്കിൽ അവരെന്നെ വിടുവര്, എന്നെ ബുദ്ധിമുട്ടൊന്നും ആക്കിയിട്ടില്ല. ഇപ്പൊ പൈസ കൊടുത്തെങ്കിൽ അവരെന്നെ അപ്പോഴേ വിടുവര് എന്നെ. കൊട്ടേഷൻ സംഘം കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള കാരണം കുട്ടിയുടെ അച്ഛന്റെ സഹോദരനുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകളാണ്. അത് നൽകാൻ തയ്യാറായില്ലെങ്കിൽ കുട്ടിയെ അപായപ്പെടുത്തുമെന്നും കൊട്ടേഷൻ സംഘം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 2 കോടിയോളം രൂപയാണ് സംഘം ആവശ്യപ്പെടുന്നത്. പോലീസ് ശക്തമായ അന്വേഷണത്തിലാണ്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ച ആൾട്ടോ 800 കാർ മഞ്ചേശ്വരത്തെ സമീപ പ്രദേശങ്ങളിൽ എത്തപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. വീണ്ടും അധോലോകം കാസർഗോഡിനെ കാർന്ന് തിന്നുകയാണ്. കൊട്ടേഷൻ സംഘത്തിന്റെ കയ്യിലുള്ള കുട്ടിയെക്കുറിച്ച് വ്യക്തമായ വിവരങ്ങൾ ഇപ്പോഴും പോലീസിന് ലഭിച്ചിട്ടില്ല. കൃത്യമായ അന്വേഷണത്തിലൂടെ പോലീസ് സംഘം മുന്നോട്ട് പോയാൽ മാത്രമേ കൊട്ടേഷൻ സംഘത്തിന്റെ കയ്യിലുള്ള കുട്ടിയെ മോചിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വലിയ ആശങ്കയിലാണ് കുട്ടിയുടെ ബന്ധുക്കൾ. പബ്ലിക് കേരള റിപ്പോർട്ടുമായി വീണ്ടും നിങ്ങളിലേക്ക് എത്തും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഇനി സേവനങ്ങൾ വിരൽത്തുമ്പിൽ. ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ്, അനങ്കൂർ, കാസർഗോഡ്.